ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അഭിയും ശിവയും കൂടി ഈ സന്തോഷ വാർത്ത, അതായത് വസുന്ധര ദേവി വർഷയുടെയും രാഹുലിൻ്റെയും വിവാഹത്തിന് സമ്മതം മൂളിയെന്ന കാര്യം മാത്രമല്ല, അവരിവിടുന്ന് ഇറക്കി വിടാനും പോണില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓടി വരിക കേട്ടോ. ആ സമയത്ത് അഞ്ചു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, വർഷയുടെയും രാഹുലിൻ്റെയും കല്യാണം നടത്തി കൊടുക്കാൻ താൻ ആരോടോ എന്ന രീതിയിൽ തന്നെ കേട്ടോ അഞ്ചു ചോദിക്കുന്നത് ശിവയോട്. അതിനെന്താ പ്രശ്നം? കാരണം അവരിഷ്ടത്തിലാണെങ്കിൽ അത് നടത്തി കൊടുക്കുക തന്നെയല്ലേ ചെയ്യേണ്ടത്. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയല്ലേ എന്നും ചോദിക്കാട്ടോ ചെയ്യുന്നത്. അവരൊരിക്കലും ഇഷ്ടത്തിലല്ല, അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല, സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധമാണ് എന്നൊക്കെയാണ്. പക്ഷേ അതൊക്കെ ഞങ്ങൾ കൈയോടെ പിടികൂടി, ഇപ്പം മനസ്സിലായി എങ്ങനെയുള്ള ബന്ധമാണെന്നൊക്കെ. പക്ഷെ താൻ ഇങ്ങനെ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ കല്യാണത്തിന് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. അതിന് തൻ്റെ സമ്മതം എന്തിനാണ് ആവശ്യം? തൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ രാഹുലാണെങ്കിലോ എൻ്റെ ഒരു കസിനാണ്, വർഷ എൻ്റെ ഫ്രണ്ടും. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ തന്നെക്കാൾ കൂടുതൽ അധികാരം എനിക്ക് തന്നെയാണെന്ന് ശിവ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. കാരണം രാഹുലിൻ്റെ കാര്യത്തിലും വർഷയുടെ കാര്യത്തിലും എന്തെങ്കിലും തീരുമാനം പറയാൻ ഞാൻ തന്നെയാണ്. എന്നോട് വേണം ചോദിക്കാൻ എന്നായി അഞ്ജു പറയുന്നത്. അഭിയും തിരിച്ചു പറയുന്നുണ്ട്, അതെന്താ അഞ്ജു അങ്ങനെ പറയുന്നത്? ശിവയ്ക്കല്ലേ അവകാശം? താനൊരു ഫ്രണ്ടല്ലേ, നമുക്കൊക്കെ ഒരേ രീതിയിലല്ലേ അവകാശമുള്ളൂ വർഷയുടെ കാര്യത്തിൽ. അങ്ങനെയല്ല എന്ന് വാശി പിടിച്ച് പറയാട്ടോ. അഞ്ജുവിന് അങ്ങ് ദേഷ്യം വരുന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതൊന്നും പറയാൻ സാധിക്കണമില്ല. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണോ ഈ പ്രശ്നം? തൻ്റെ കല്യാണവും രാഹുലിൻ്റെ കൂടെ നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതും വസുന്ധര ആൻറ്റി ആഗ്രഹിച്ചതും അഞ്ജുന് എന്താ പ്രശ്നം? അഞ്ജുന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾ രാഹുലേട്ടനും ഞാനും തമ്മിൽ വിവാഹം ഒരു വർഷം മുന്നേ കഴിഞ്ഞിട്ട് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് അവൾ ഇത്ര ദേഷ്യപ്പെടുന്നത്. നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതിന് താൻ മര്യാദയ്ക്കൊന്ന് പറഞ്ഞാൽ പോരെ, അതിനിങ്ങനെ ചൂടായി സംസാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുന്നുണ്ട് ശിവ. എന്തായാലും ഇതൊന്നും കാര്യമാക്കണ്ട, നമുക്കെന്തായാലും പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ചും വർഷയും കൂടി അങ്ങോട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ അഞ്ജു വർഷയോട് പറയുന്നുണ്ട്, തന്നെ എങ്ങനെ ഇനി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ. കാരണം എത്രമാത്രം അപമാനമാണ് താൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ വരട്ടെ, അല്ലാതെ തന്നെ ഇനി ബലിയാടാക്കാൻ തയ്യാറല്ല. ഒന്ന് നിൽക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കിന്ന് രാഹുൽ ചേട്ടനോട് കുറച്ച് സംസാരിക്കാം, എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. എടുത്തടിച്ചിട്ട പോലെ കാര്യങ്ങൾ തോന്നിയതുപോലെ ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ചന്ദ്രദാസും അത് വിവേകും കൂടി അതവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. താൻ വണ്ടി കയറിക്കേ, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രദാസ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ സമയമാണ് നല്ല സമയം, അവർ പുറത്തു പോയി എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. വിവേകാണെങ്കിലോ, വർഷയെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. രാഹുൽ ഇവളും തമ്മിലുള്ള ബന്ധം കണ്ണിൽ കാണുന്നെല്ലാം തന്നെ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന രീതിയിലാണല്ലോ അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എവരടുത്ത് പോയാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിവേകിന് മനസ്സിലായി. അപ്പോൾ വർഷയെ ഫോളോ ചെയ്തിട്ട് പോവാണ്. ചന്ദ്രദാസ് ആണെങ്കിലോ, ഈ സമയം നല്ല സമയമാണ്, പെട്ടെന്ന് തന്നെ വസുന്ധരയും തലപാലത്തിനോട് കാര്യങ്ങൾ സംസാരിക്കണം, വർഷ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് ധനപാലനോടും അതുപോലെ വസുന്ധരയോടും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് ലക്ഷ്മിയെക്കുറിച്ചുള്ള ന്യൂസ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഞാനിവിടെ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യാനാണ്. വർഷയെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്ന് പറയുന്നു. അതെന്തിനാണ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്? അവളും ഞാനും തമ്മിൽ ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. മാത്രമല്ല അവളുടെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണെന്ന് പറയുമ്പോൾ ധനപാലൻ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും? സാറിൻ്റെ അതേ പ്രായമല്ലേ അവളുടെ അമ്മയ്ക്കും ഉണ്ടാവുള്ളൂ. എൻ്റെ ധനം ഒന്നും മിണ്ടാണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർഷ ഒരു അസുഖമുള്ള കുട്ടിയാണ്, അത് അവൾക്ക് അറിയില്ല, അവളുടെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായിട്ട്. അവരൊരുപാട് വിഷമത്തിലാണ്, ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതിന് വർഷമോൾക്ക് എന്താണ് അസുഖം? അവൾക്ക് ബ്രെയിൻ ട്യൂമറാണ്, അത് അവൾക്ക് അറിയില്ല, അറിയാതെ കൊണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഒരുപാട് പൈസ ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി അവളെ ചികിത്സിക്കണം, അതിന് വേണ്ടി അവളെ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പോകുമ്പോൾ അവളെയും കൂടി കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വസുന്ധരി ഒരുപാട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. ധനപാലനും എന്തായാലും അവളുടെ ചികിത്സയ്ക്ക് ഒരുപാട് പണം വേണമെന്ന് പറയുമ്പോഴത്തേനും എത്ര പണം വേണമെങ്കിലും വസുന്ധര ചിലവാക്കാൻ തയ്യാറാണെന്ന് ധനപാലൻ പറയുന്നുണ്ട്. മാത്രമല്ല എത്ര വഴിപാട് വേണമെങ്കിലും ഞാനും ചെയ്യാം, അങ്ങനെയും പറയാം കേട്ടോ ചെയ്യുന്നത്.
എന്തായാലും വർഷമോളെ പെട്ടെന്ന് രക്ഷിക്കാൻ സാധിക്കണം. ഞാൻ കുറേ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ടല്ലോ, ചിലതൊക്കെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത്. സാധിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതന്നെ, അത് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഇത് ആരോടും പറയരുത്, അവൾ പോലും അറിയരുത്. ഇല്ല, വർഷമോൾ അറിയില്ല, ഇത് നാലാമത്തെ ഒരാൾ അറിയില്ല, നമ്മൾ 3 പേര് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു കള്ളക്കരച്ചിലും കരഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു പാവം കുട്ടി, അവൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ ഈ ചെറുപ്രായത്തിലെന്നൊക്കെ പറഞ്ഞിട്ട് വസുന്ധരയും കരയാട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ ബാലനും പിന്നീട് വിക്രമിനെയും അതുപോലെ ഹരിതയും രാഹുലിനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ അങ്കിൾ, കൂടുതൽ പ്രശ്നങ്ങൾ പോവാണല്ലോ, അങ്കിൾ എങ്ങോട്ടാന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരം വരെ ഒന്ന് പോയിട്ട് വരാം, കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. എന്താണ് ലക്ഷ്മിയുടെ കാര്യം? ആ സ്ത്രീയെ അങ്കിൾ കൊന്നതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇല്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ എവിടെയാണെന്ന് പോലും എനിക്കില്ല അറിയില്ല, പക്ഷെ ഞാൻ അവളെ കൊന്നിട്ടൊന്നുമില്ല എന്ന രീതിയിലൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിനുശേഷം തന്നെ വീണ്ടും രാഹുൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വർഷയും നീയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും കാര്യങ്ങൾ അവളുടെ വായിൽ നിന്ന് പുറത്തു വന്നു. വർഷയും ഞാനും തമ്മിൽ ബന്ധം, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്നാൽ പിന്നെ വേണ്ട, ഹരിതമോളുമായിട്ട് നിൻ്റെ വിവാഹം നടത്താം, അപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്ക് ഇവളെയും കല്യാണം കഴിക്കണ്ട. എടാ, നിനക്ക് ലവറൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. എനിക്കൊന്നും വേണ്ട, ഇവളെയും വേണ്ട എന്ന് പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ട് പോകുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് ആ ഒരു ന്യൂസ് പ്രിൻസിനെ അടിക്കുന്നതായിട്ടുള്ള വീഡിയോ എന്തായാലും ശിവയുടെ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് കാണിച്ചു കൊടുക്കുന്ന ഷാർമിള കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ചേട്ടൻ പ്രിൻസിനെ തല്ലുന്ന ആയിട്ടാണ് കാണിക്കുന്നത്. എന്തായാലും ഇനി നാട്ടിലുള്ള പോലീസുകാർ ആരും ഉണ്ടെങ്കിൽ അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഒട്ടും മണി കാണിക്കില്ല എന്നും രാഹുൽ അവിടെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വർഷയും അതുപോലെ തന്നെ അഞ്ചും കൂടി പോകുന്ന സമയത്ത് തന്നെ എന്താടോ എന്നെ ഇവിടെ ഇറക്കിയാൽ മതി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്ന് അഞ്ചും പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും രാഹുലിനെ ഒന്ന് വിളിക്കട്ടെ, അവനോട് നേരിട്ട് സംസാരിക്കണം, എന്നിട്ട് വേണം കാര്യങ്ങളൊന്ന് തീരുമാനിക്കാനെന്നും അഞ്ചു അവിടെ വർഷയോടായിട്ട് പറയുന്നു. എന്നാൽ താൻ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കേണ്ട, എല്ലാം രാഹുൽ ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി തന്നെ ബനിയാടാക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ എൻ്റെ നേർക്ക് വരട്ടെ, താൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വർഷയെ പറഞ്ഞയച്ച് വിട്ടിട്ട് അഞ്ചു നടക്കുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ട്, അഞ്ചുവിനെ പൊക്കി കഴിഞ്ഞ കാര്യങ്ങൾ അറിയുന്നുള്ളത് വിവേക് മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് തന്നെ വിവേക് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. ആ അഞ്ചു, പിന്നെ ഒരു കാര്യമുണ്ട്, ആ ഒരു രാഹുൽ ഉണ്ടല്ലോ, അവൻ ഞാനും തമ്മിലൊന്ന് കോർത്തു, തന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. മാത്രമല്ല അവൻ പറഞ്ഞു വർഷയുടെ കാമുകൻ അവനല്ല എന്നുള്ളത്, കണ്ണിൽ കാണാത്തൊന്നും വിശ്വസിക്കരുതെന്നും പറഞ്ഞു. പക്ഷെ വീട്ടിൽ വന്നിട്ട് ഇത്രയും ഷോ ഇറക്കിയില്ലേ, അപ്പോൾ പറഞ്ഞില്ലേ വർഷ രാഹുലിൻ്റെ കാമുകിയാണെന്നുള്ളത്. ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് നോക്കാം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിനിടയിലൂടെ നടക്കുന്നത്. തനിക്ക് അറിയാവുന്നെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഒന്നുമില്ല, അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല എന്നാണ് അഞ്ച് പറയുന്നത്. എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഞാൻ എന്തായാലും കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വിവേക് അങ്ങോട്ട് പോന്നു. അതിനുശേഷം തന്നെ രാഹുലിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. താൻ എവിടെയാണെന്ന് പറയുന്നുണ്ട്. ഞാനിത് വീട്ടിലുണ്ട്, എന്ന് നമുക്ക് മൃദുലിൻ്റെ വീട്ടിൽ വെച്ചൊന്ന് കാണണം, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. തൻ്റെ അച്ഛൻ വന്നിട്ട് വലിയ ഷോ കാണിച്ചല്ലോ, എന്നിട്ടോ ഇപ്പം എന്തായി എന്ന് ചോദിക്കുമ്പോഴത്തേനും അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, വർഷയും ഞാനും തമ്മിലുള്ള കല്യാണക്കാര്യമൊന്നും താൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അവിടെ ശിവ ഉറപ്പിച്ച കാര്യമൊന്നും, അത് പിന്നെ തന്നെ കാണുമ്പോൾ നേരിട്ട് തന്നെ പറയാമെന്ന് വിചാരിച്ചു. ആകെ പ്രശ്നമായോ, എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് രാഹുലിനോട് കേട്ടോ. മൃദുൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് പറയട്ടെ രാഹുൽ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാർമിളയും രാഹുലും കൂടി സംസാരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഈ പോക്ക് വലിയ നഷ്ടത്തിലാവാനാണ് സാധ്യത മോനെ എന്ന് പറയുമ്പോഴത്തേനും അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. വർഷയും ഞാനും തമ്മിലുള്ള ബന്ധമാണ് കൂടുതൽ പ്രശ്നമാവുന്നത്, അത് അവൾക്ക് വലിയ ദോഷമാണ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയിക്കണം എന്ന രീതിയിലാണ് രാഹുലും പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. പിന്നെയും ഭരതയും അതുപോലെ തന്നെ വിക്രമനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് രാഹുൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നും വിക്രമൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്മി എവിടെയാണെന്നുള്ളത് മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അച്ഛൻ അവളെ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നോ, അവളുടെ വയറ്റിലുണ്ടായിരുന്നത് എൻ്റെ കൂടപ്പിറപ്പായിരുന്നില്ലേ അവളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ആരെയും കൊന്നിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല, സത്യം എന്തായാലും പുറത്ത് വരും, ലക്ഷ്മി ജീവിച്ചിരിപ്പുണ്ട് എന്ന രീതിയിലാണ് കേട്ടോ വിക്രമൻ പറയുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.